നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്കറിയാം, ലോക സിനിമ നിലവിൽ 300 കോടി കളക്ഷൻ നേടി മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറി നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ്. ചെറിയ രീതിയിൽ ഒരു ഹോളിവുഡ് ടച്ചും ഉണ്ട്. പക്ഷെ നമ്മൾ കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ സിനിമ ഇന്ത്യ മുഴുവൻ നോർത്തിലടക്കം അത്യാവശ്യം വൈറലായെങ്കിലും കളക്ഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നോർത്തിലാണ് ഏറ്റവും കുറവ്. കേരളത്തിൽ നിന്ന് ഈ ഒരു സിനിമ 120 കോടി കളക്ഷൻ നേടി, തമിഴ്നാട്ടിൽ നിന്ന് 24 കോടി കളക്ഷൻ നേടി, കർണാടകയിൽ നിന്ന് 15 കോടി, ആന്ധ്ര തെലങ്കാന കൂട്ടിയാൽ 14 കോടിക്ക് അടുത്ത് വരും. ഇനി ഓവർസീസ് ഇന്ത്യക്ക് പുറത്തു നോക്കിയാൽ 119 കോടി കളക്ഷൻ ഉണ്ട്. ഇന്ത്യക്ക് പുറത്തെന്ന് പറയുമ്പോൾ പലരും കരുതിയിരിക്കുന്നത് സായിപ്പൊക്കെയാണ് പടം കണ്ടതെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഏത് ലാംഗ്വേജിലാണോ പടം റിലീസായത് ആ ഒരു സെയിം ലാംഗ്വേജിലുള്ള ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ്. ഒരു ഉദാഹരണം, പടം മലയാളമാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള മലയാളി ഓഡിയൻസ് ആണ് മെയിനായി വരിക. സായിപ്പും ചിലപ്പോൾ കാണുന്നുണ്ടാവുക, പക്ഷെ അത് വളരെ റയറാണ്. കാരണം അവിടെ അൺലിമിറ്റഡ് ആയി വലിയ വലിയ ബഡ്ജറ്റിൽ ഹോളിവുഡ് സിനിമകൾ റിലീസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി നോർത്ത് മുഴുവൻ നോക്കിയാൽ 8 കോടിയാണ് ലോകയുടെ കളക്ഷൻ. നോർത്തിൽ നിന്ന് 8 കോടി എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് അത്ര നിസ്സാര കാര്യമല്ല എങ്കിൽ ലോകയുടെ ക്വാളിറ്റി വെച്ച് ഇതിൽ കൂടുതൽ കിട്ടേണ്ടതാണ്. എന്തൊക്കെയായാലും മാർക്കോ കഴിഞ്ഞാൽ നോർത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാള സിനിമ ലോകയാണ്. മാർക്കോ 13 കോടിക്കടുത്ത് കളക്ഷൻ നേടി. ലോക നോർത്തിൽ സോഷ്യൽ മീഡിയാസ് വഴി വൈറലായപ്പോൾ മാർക്കോ കുറച്ചൊക്കെ മൗത്ത് പബ്ലിസിറ്റി വഴി വൈറലായി. നിങ്ങൾ ഇൻസ്റ്റയിലല്ല പല കമന്റും കണ്ടിട്ടുണ്ടാവും. അതായത് നോർത്ത് ഓഡിയൻസിന് നല്ല ക്വാളിറ്റി പടങ്ങളൊന്നും വേണ്ട, അവർക്ക് ചവറ് പടങ്ങൾ മതിയും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ലോക സിനിമയുടെ കാര്യം നോക്കിയാൽ നോർത്തിനെ പിടിക്കാൻ പറ്റാത്തത് മെയിനായും 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് അഥവാ മലയാളി ഓഡിയൻസിന് കണക്ട് ആവുന്നത് പോലെ ഈ ഒരു സിനിമ മറ്റു ഓഡിയൻസിന് കണക്ട് ആവില്ല. കാരണം ഈ ചാത്തൻ ഓഡിയൻ, യക്ഷി ഇവരെല്ലാം കേരളവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ മലയാളി ഓഡിയൻസിനായിരിക്കും ഈ ഒരു സിനിമ ഏറ്റവും കൂടുതലായി കണക്ട് ആവുന്നത്. നമ്മൾ തമിഴ്നാടിന്റെ കാര്യം നോക്കിയാൽ ഇവിടെ ഹിറ്റാവുന്ന ഒട്ടുമിക്ക സിനിമകളും അവിടെ അവരും കാണാറുണ്ട്. കേരളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ അവർക്കും ഏകദേശം കണക്ട് ആവും. പക്ഷെ നോർത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കാരാണ് ഈ യക്ഷി, ചാത്തൻ ഓഡിയൻ ഇതൊന്നും അറിയില്ല. മാത്രവുമല്ല ഇതിലെ നടീനടന്മാരെ അവർക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ ടോവിനോ, മമ്മൂക്ക, ദുൽഖർ ഇവരുടെയൊക്കെ ക്യാമിയോയിൽ നമുക്കൊരു ഇമ്പാക്ട് കിട്ടും. ഇതുപോലെ ഇവരുടെ ക്യാരക്ടർ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും, അങ്ങനെയും ഒരു ഇമ്പാക്ട് കിട്ടും. പക്ഷെ നോർത്ത് ഓഡിയൻസിന് ഇത് കണക്ട് ആവില്ല. ഉദാഹരണം, നോർത്തിൽ ഒരു ശരാശരി ബംഗാളി ഈ ഒരു പടം കാണുകയാണെന്ന് കരുതുക. അപ്പോൾ ടോവിനോയുടെ എൻട്രി വന്നു, ബംഗാളിക്ക് ചാത്തൻ ആരാണെന്ന് അറിയില്ല. അവർ നോക്കുമ്പോൾ മറ്റൊരു സൂപ്പർ ഹീറോ വന്നു, ഇത്രേ മനസ്സിലാവുകയുള്ളൂ. ഇനി ദുൽഖർ വന്നാൽ വേറൊരുത്തം വന്നു, 2 സൂപ്പർ ഹീറോസ് ആണെന്ന് ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി നീലിയുടെ ഫ്ലാഷ് ബാക്ക് കാണിച്ചാൽ ബംഗാളികളുടെ തല 2 തവണ കറങ്ങും. കാരണം അവർക്ക് നീലി എന്താണെന്ന് അറിയില്ല. വവ്വാല് കടിച്ചു, പവർ കിട്ടി, കൂടിപ്പോയാൽ ഡ്രാക്കുള, ഇത്രേ അവർ ചിന്തിക്കുകയുള്ളൂ. മറിച്ച് ഇവിടെയാണെങ്കിൽ യക്ഷി, ചാത്തൻ ഓഡിയൻ നമുക്കിതെല്ലാം പരിചയമുണ്ട്. അങ്ങനെയും ഒരു ഇമ്പാക്ട് ഫാൻ ബേസ് ഉള്ള നടന്മാർ വരുമ്പോൾ അങ്ങനെയും ഇമ്പാക്ട് കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം തന്നെ കേരളവുമായി ബന്ധപ്പെട്ട സ്റ്റോറി ആയതിനാൽ മലയാളി ഓഡിയൻസിന് കണക്ട് ആവുന്നത് പോലെ ആർക്കും കണക്ട് ആവില്ല. രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ നമ്മൾ ഇതുവരെ നോർത്തിന്റെ ഒരു പിടി ഉണ്ടാക്കിയെടുത്തിട്ടില്ല. നോർത്തിലെ ആളുകൾ മെയിനായി പണ്ട് മുതലേ ബോളിവുഡ് സിനിമകൾ തന്നെയാണ് കണ്ടിരുന്നത്. സൗത്തിലെ നടന്മാരെല്ലാം അവിടെ ഫേമസ് ആണെങ്കിലും സൗത്തിൽ നിന്ന് സിനിമകൾ വരുമ്പോൾ അവിടുത്തെ ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നത് വളരെ കുറവാണ്. പണ്ട് മുതലേ സൗത്തിൽ നിന്ന് ഡബ് ചെയ്തു വരുന്ന സിനിമകൾ അവർ TV-യിലൂടെയാണ് കണ്ടിരുന്നത്. ഓരോ സ്റ്റേറ്റിലും ഓഡിയൻസിന് അതിൻ്റെതായ ചില പ്രത്യേകതകൾ ഉണ്ടാവും. നമ്മൾ തെലുങ്കന്മാരെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആന്റി ഗ്രാവിറ്റി ഫൈറ്റുകൾ നമുക്കിത് കാണുമ്പോൾ ചില സമയത്ത് ഭ്രാന്ത് കയറുമെങ്കിലും ഇത് അവർക്ക് വളരെ ഇഷ്ടമാണ്. അവർക്ക് ഇതില്ലാതെ പറ്റില്ല. പണ്ട് മുതലേ ഇങ്ങനെയുള്ള സിനിമകളാണ് അവിടെ അവർ കണ്ടു ശീലിച്ചത്. ഇങ്ങനെയുള്ള ഫൈറ്റ് സീനുകൾ കാണുമ്പോൾ അവർ കരുതുന്നത് ഇതിനെല്ലാം നല്ല രീതിയിൽ പണം ചെലവാക്കി നല്ല ഹാർഡ് വർക്ക് ചെയ്തെടുത്ത സിനിമകളാണെന്നാണ്. ഇങ്ങനെയുള്ള സീനുകൾ വെച്ചാണ് അവർ സിനിമയുടെ ക്വാളിറ്റി തന്നെ അളക്കുന്നത്. ഇതുപോലെ നോർത്ത് ഓഡിയൻസിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ മലയാള സിനിമ കൂടുതൽ പണ്ട് മുതലേ കണ്ടന്റ് ബേസ്ഡായി നാച്ചുറാലിറ്റിക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്തുള്ള പടം അവരെ കാണിച്ചാൽ അവർ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അവർക്ക് സിനിമയിൽ ചില കാര്യങ്ങൾ വേണം. അവർക്ക് എപ്പോഴും എൻജോയ്മെന്റ് കൂടുതൽ വേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ഷർട്ടൂരി ഡാൻസ് കളിക്കാനെല്ലാം പറ്റണം. സൽമാൻ ഖാന്റെ ആന്റി എന്നൊരു സിനിമ ഇറങ്ങി. സൽമാൻ ഖാന്റെ എൻട്രി വന്നപ്പോൾ അവരെല്ലാം നല്ല രീതിയിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പവർ ഒന്ന് കൂടട്ടെ എന്ന് പറഞ്ഞ് ചില ബംഗാളികൾ പടക്കവുമായിട്ടാണ് കയറി വന്നത്. അങ്ങനെ തിയേറ്ററിന്റെ അകത്ത് പടക്കം വെച്ച് പൊട്ടിച്ചു. ചില ബംഗാളികളുടെ മുണ്ടിനെ വരെ തീ പിടിച്ചു. അങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടി വീട്ടിൽ പോയി. അന്ന് ഷോ കാണാൻ പറ്റിയില്ലല്ലോ എന്നായിരുന്നു ആ ഒരു ബംഗാളിയുടെ വിഷമം. നിങ്ങളിത് ചിലപ്പോൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടാവാം. പിന്നീട് സൽമാൻ ഖാൻ തന്നെ പോസ്റ്റ് ഇടേണ്ടി വന്നു. ഇങ്ങനെയുള്ള ഡേഞ്ചർ സംഭവങ്ങൾ മേനിലാരും തിയേറ്ററിലേക്ക് കൊണ്ടുവരരുതെന്ന് സൽമാൻ ഖാൻ റിക്വസ്റ്റ് ചെയ്തു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്തിൽ നമ്മുടെ പോലെ നോർമലായ തിയേറ്ററിൽ വന്ന് പടം കണ്ടുപോകുന്ന നോർമലായ ആളുകളുണ്ടെങ്കിലും പക്ഷെ കൂടുതലും ഇങ്ങനത്തെ എൻജോയ്മെന്റ് ടീംസാണ്. അപ്പോൾ നോർത്ത് ഓഡിയൻസിന് വേണ്ട ചില കാര്യങ്ങളുണ്ട്.
ഒന്നാമത്തെ കാര്യം സിനിമയിലെ സീനുകൾ അവർ ഇമോഷണലി കണക്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം നാച്ചുറാലിറ്റി ഉള്ള സ്ലോ ബേസിൽ തുടങ്ങുന്ന പടങ്ങൾ അവർക്ക് അത്ര ഇഷ്ടമല്ല. ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്നവർ വളരെ കുറവാണ്. പിന്നെ വേണ്ടത് മാസാണ്. മാസും പഞ്ച് ഡയലോഗും അവർക്ക് വളരെ ഇഷ്ടമാണ്. മറ്റൊരു കാര്യമാണ് ഡബ്ബിങ്. ഡബ്ബിങ് എന്തായാലും അടിപൊളിയായിരിക്കണം. അത് അവരുടെ മാത്രമല്ല, നമ്മുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഡബ്ബിങ് പോരായെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ഒറിജിനൽ ഭാഷയിൽ കാണും, അല്ലെങ്കിൽ TV-യിൽ വരുമ്പോൾ കാണും. ഇങ്ങനെയൊക്കെയാണ് ഡബ്ബിംഗ് എങ്കിൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സൗത്തിലെ സിനിമകൾക്ക് നോർത്തിനെ പിടിക്കാൻ വേണ്ട കാര്യങ്ങളാണ്. ഇനി ഹിന്ദി ലാംഗ്വേജിൽ ബോളിവുഡിൽ ചെന്നാണ് പടം പിടിക്കുന്നതെങ്കിൽ അവിടുത്തെ നടന്മാരെ യൂസ് ചെയ്ത് പുള്ളി ഒരു കോമഡി പടം ഇറക്കിയാലും ഹൊറർ സിനിമ ഇറക്കിയാലും ഹിറ്റാവും. പക്ഷെ സൗത്തിൽ നിന്ന് നോർത്തിനെ പിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളും എന്തെങ്കിലും ഒരു വെറൈറ്റി സംഭവങ്ങളും വേണം. നമ്മൾ ലോക സിനിമയുടെ കാര്യം നോക്കിയാൽ ലോക സിനിമ ഒരു സൂപ്പർ ഹീറോ സിനിമയാണ്. ഒടിയൻ, ജാത്ത, നീലി ഇവരെല്ലാം സൂപ്പർ ഹീറോ ആക്കിയപ്പോൾ നമുക്കതിലൊരു വെറൈറ്റിയും ഉണ്ട്. പക്ഷെ അവർക്ക് കണക്ട് ആവില്ല. അവർക്ക് ജസ്റ്റ് ഇതൊരു സൂപ്പർ ഹീറോ സിനിമയാണ്. അവിടെ ബിഗ് ബഡ്ജറ്റിൽ പല സൂപ്പർ ഹീറോ സിനിമകളും വന്നിട്ടുണ്ട്. നമ്മൾ എന്തിരൻ സിനിമയുടെ കാര്യം നോക്കിയാൽ എന്തിരൻ നോർത്തടക്കം പാൻ ഇന്ത്യ മുഴുവൻ വൈറലായ സിനിമയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഒരു സിനിമയിലുണ്ട്. മാത്രമല്ല ഈ ഒരു സിനിമ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇങ്ങനെ ഒരു സിനിമ നോർത്തിലും വന്നിട്ടില്ല, ഇന്ത്യയിലും ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വെറൈറ്റി പടം നോർത്തിലടക്കം ആര് കണ്ടു കഴിഞ്ഞാലും ഒരാൾ കണ്ടാൽ അത് പല ആളുകളോട് പറയും. അങ്ങനെ അവരും കാണും, അവര് വേറെ ആളുകളോട് പറയും. അങ്ങനെ പറഞ്ഞ് പടം വലിയ രീതിയിൽ വൈറലാവും. ഇതിനെ പറയുന്ന പേരാണ് മൗത്ത് പബ്ലിസിറ്റി. നമ്മൾ കോടികൾ മുടക്കി എത്ര പ്രൊമോഷൻ ചെയ്താലും അതിനേക്കാളെല്ലാം 100 ഇരട്ടി മുകളിലായിരിക്കും ഈ ഒരു മൗത്ത് പബ്ലിസിറ്റി. ഇതുപോലെ ബാഹുബലി, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബാഹുബലി സിനിമയിലുണ്ട്. ഈ ഒരു സിനിമയും മൊത്തത്തിൽ ഒരു വെറൈറ്റി യുണീക്ക് സിനിമയാണ്. വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ ക്വാളിറ്റി തന്നെയാണ്. ട്രെയിലർ കണ്ടിട്ട് തന്നെ ആളുകൾ ഞെട്ടി. കാരണം ഇങ്ങനെ ഒരു ഇന്ത്യൻ സിനിമ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നോർത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ആദ്യമായിട്ട് ഈ ഒരു സിനിമ ഇന്ത്യയിൽ ആര് കണ്ടാലും എന്തായാലും അടുത്ത ആളോട് പറയും. ഇതുപോലെ KGF-ന്റെ കാര്യം നോക്കിയാൽ സിനിമയിലെ ഡയലോഗ്സ്, കളറിങ്, KGF, ഗോൾഡ്മൈൻ, ആ ഒരു വേൾഡ്, ആ ഒരു കോൺസെപ്റ്റും ഇന്ത്യയിൽ ആദ്യമായിരുന്നു. പുഷ്പ സിനിമയുടെ കാര്യം നോക്കിയാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുഷ്പ സിനിമയിലുമുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ഒന്നുമില്ല. പിന്നെ എങ്ങനെ നോർത്തിനെ പിടിച്ചെന്നാൽ ഒന്നാമത്തെ കാര്യം പുഷ്പയുടെ സോങ്സ് എല്ലാം പാൻ ഇന്ത്യൻ വൈറലായിരുന്നു. പുഷ്പയുടെ സോങ്സ് വെച്ചുള്ള പല ബംഗാളി റീലുകൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ സോങ്സ് വൈറലായപ്പോൾ അവർ പതുക്കെ പടം കാണാൻ തുടങ്ങി. പുഷ്പ എന്ന ക്യാരക്ടർ അവരെ വളരെയധികം കണക്ട് ചെയ്തു. കാരണം ഈ ഒരു പുഷ്പ എന്ന ക്യാരക്ടർ ആദ്യം അധികം റിച്ച് അല്ലാത്ത ഒരു കൂലി ക്യാരക്ടറായിരുന്നു. പിന്നീട് റിച്ചായി, മാസായി, സ്വാഗെല്ലാം കാണിച്ചു വരും. നോർത്തിൽ ഒരുപാട് വർക്കിംഗ് ക്ലാസ് ഉണ്ട്. അവർക്ക് ഈ ഒരു ക്യാരക്ടറെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പല ബംഗാളികളുടെയും റോൾ മോഡൽ തന്നെ പുഷ്പയായിരുന്നു. പുഷ്പ 1 സിനിമ കേരളത്തിലും വിജയം നേടിയ സിനിമയാണ്. പക്ഷേ പുഷ്പ 2 സിനിമ കേരളത്തിൽ വലിയൊരു വിജയം നേടിയില്ല. ഭൂരിഭാഗം കളക്ഷൻ നോർത്തിൽ നിന്നായിരുന്നു. ചില ബംഗാളികളുടെ റീൽസ് ഉണ്ടാക്കാൻ, മറ്റു ചില ബംഗാളികൾ സ്വാഗ് പഠിക്കാൻ പുഷ്പ 2 കാണാൻ പോയി. 24 മണിക്കൂർ ഷോ വെച്ചിട്ടും നോർത്തിൽ പുഷ്പയ്ക്ക് വലിയൊരു തിരക്കായിരുന്നു. രാത്രി 2 മണി 3 മണിക്ക് ഷോ വെച്ചിട്ടും തിരക്കിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. പല ബംഗാളികൾക്കും ഉറക്കവും ഉണ്ടായിരുന്നില്ല. ഇവിടെ തിയേറ്ററിലെ ഡാൻസ് കളിച്ചിട്ടേ പോകുമെന്ന് ചില ബംഗാളി. മാത്രവുമല്ല ലോക്ക്ഡൌൺ കഴിഞ്ഞു വന്ന ടൈമായിരുന്നു. ബോളിവുഡിൽ നിന്നൊരു മാസ് മസാല സിനിമ ആ ഒരു ടൈമിൽ വന്നില്ല. OTT വന്നു കഴിഞ്ഞപ്പോൾ അവർ OTT വഴി സൗത്ത് സിനിമകൾ കൂടുതൽ കാണാൻ തുടങ്ങി. നമ്മുടെ ആവേശം സിനിമയെല്ലാം അവിടെ വൈറലായിരുന്നു. മാർക്കോ സിനിമ വയലൻസ് സിനിമ എന്ന പേര് വെറൈറ്റി ലാബലിൽ വന്നൊരു സിനിമയാണ്. ഇതുകൊണ്ട് തന്നെ നോർത്തിൽ നിന്ന് ചെറിയ രീതിയിൽ കളക്ഷൻ കിട്ടി. അവിടെ വൈറലായി വന്നതാണ്. മാർക്കോ 2 സിനിമ ഇറക്കി അവിടുത്തെ ഏതെങ്കിലും ഒരു നടനെ വില്ലനായി കൊണ്ടുവന്നിരുന്നെങ്കിൽ സിനിമ ഡബിൾ വൈറലാവുമായിരുന്നു. പക്ഷെ വയലൻസ് കൂടിയതുകൊണ്ട് സിനിമയ്ക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായി. ഒരു തവണ നോർത്തിനെ പിടിച്ചാൽ പിന്നീട് ഒരു ഡയറക്ടറിനോ അല്ലെങ്കിൽ നടനോ പ്രൊഡക്ഷൻ കമ്പനിക്കോ രണ്ടാമത് പിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നോർത്തിലെ ആളുകൾക്ക് നമ്മുടെ സിനിമയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതല്ല, അവരെ പിടിക്കാൻ പറ്റിയ പ്രത്യേക ഹുക്കുള്ള സിനിമകൾ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഭാവിയിൽ എന്തായാലും വരും. അപ്പോൾ ഹൊറർ വീഡിയോസ് ഇഷ്ടമുള്ളവർ നമ്മുടെ ഹൊറർ ചാനൽ ചെക്ക് ചെയ്യുക.